കരുനാഗപ്പള്ളി മേൽപ്പാലത്തിൻ്റെ വലിയ മേൽപ്പാലമാണ് കേട്ടോ കരുനാഗപ്പള്ളി വരുന്നത്. ഫ്ലൈ ഓവറിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കരുനാഗപ്പള്ളി കൊമ്പക്കാവിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കൊല്ലം ജില്ലയിലെ റോഡ് പണി കാഴ്ചകളിലെ പാർട്ട് 3 ആണ്. NH66 ആറൂരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ റോഡ് പണി കാഴ്ചകളാണ്. കഴിഞ്ഞ വീഡിയോകളിൽ ആദ്യം നമ്മൾ കടമ്പാട്ടുകോണത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേവറം വരെയുള്ള വീഡിയോയും, അത് കഴിഞ്ഞ് മേവറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ, ഇതെന്ന് പറഞ്ഞാൽ നീണ്ടകര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയുടെ ഫ്രണ്ടിലായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. ഈ വീഡിയോ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓച്ചിറ വരെ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി, കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ താലൂക്ക് ആശുപത്രിയുടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ ഓട നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് നിർമ്മാണ കാഴ്ചകൾ ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണി കുറച്ച് ഭാഗം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് വീഡിയോയും കാണിക്കും, എവിടെയും കട്ട് ചെയ്യുന്നില്ല. സംസാരത്തിൽ വല്ല വെള്ളികളൊക്കെ വെള്ളി വീഴുന്ന ഭാഗത്ത് മാത്രമാണ് ചെറിയ കട്ട് വരുന്നത്, അല്ലാതെ എവിടെയും കട്ട് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് വീഡിയോ ഇങ്ങനെ പതിയെ നമ്മൾ ബൈക്ക് ഓട്ടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഈ വീഡിയോകൾ കണ്ടാൽ കൊല്ലം ജില്ലയിലെ റോഡ് പണി കാഴ്ചകൾ ഇപ്പോൾ എവിടെ വരെ ആയി എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓച്ചിറ വരെയും എവിടെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് പതിയെ ഓട്ടിച്ച് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ വീഡിയോയ്ക്ക്. പണി നടക്കുന്നില്ല കേട്ടോ, വളരെ വേഗത്തിൽ പണി പൂർത്തീകരിക്കാൻ പറ്റിയ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ ഭാഗത്ത് നിർമ്മാണം നടത്തുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ്. കൊറ്റക്കുളങ്ങരയിൽ നിന്ന്, ആലപ്പുഴ ജില്ലയിലെ കൊറ്റക്കുളങ്ങരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലം ബൈപ്പാസ് വരെയുള്ള ഭാഗത്ത്, കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വരെയുള്ള ഭാഗത്തെ നിർമ്മാണം നടത്തുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ്. ഇപ്പം ഈ ഇടയ്ക്ക് മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പുതിയ മണ്ണ് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ പുത്തൻതുറ ഭാഗത്തെ കാഴ്ചകളാണ് കാണുന്നത്. അടിപൊളി കെട്ടിടം ഫ്രണ്ട്സ്. നമ്മളങ്ങനെ ചവറ പാലത്തിൽ എത്താറായിട്ടുണ്ട്. ചവറയിൽ പുതിയ പാലമാണ് വരുന്നത്. പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അങ്ങനെ ചവറയിൽ പാലത്തിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പുതിയ പാലത്തിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. സ്ലോ ബിലാലിക്ക് തന്നെ ഇവിടെയൊക്കെ പണി. അപ്പോൾ നമ്മൾ ചവറ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ട പുതിയ മണ്ണ് കൊണ്ടിട്ടുണ്ട്. മണ്ണ് കൊണ്ടിട്ട് തറ നിരപ്പാക്കുന്ന പണി നടക്കുകയാണ് ചവറ ടൗണിൽ. ഇടതുവശത്ത് അതേപോലെ മണ്ണ് കൊണ്ടിട്ട് തറ നിരപ്പാക്കിയിട്ടുണ്ട്. ഓടയുടെ നിർമ്മാണമൊക്കെ ഇരുവശത്ത് പൂർത്തിയായിട്ട് കുറേ നാളായി. ഇവിടെ നമുക്കൊരു അണ്ടർപാസ് കാണാം. അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തെ നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ.
കംപ്ലീറ്റ് ചതുരപ്പെട്ടിയായിട്ടുള്ള അണ്ടർപാസ്സാണ്. ഒരുപാട് പേർക്ക് പ്രതിഷേധമുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇങ്ങനത്തെ അണ്ടർപാസുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് കാരണം ഒരുപാട് പേർക്ക് പ്രതിഷേധമുണ്ട്. ഇതുപോലെയുള്ള അണ്ടർപാസത്തിനെ പോലെ മറ്റ് തൃശ്ശൂർ, കോഴിക്കോട് എൻ്റെ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല തൂണിൽ പിയറിൽ വരുന്ന അണ്ടർപാസുണ്ട്, തൂണിൽ വരുന്ന വലിയ അതേപോലെ അണ്ടർപാസുകളായിരുന്നു ഇവിടെ വരേണ്ടത് പലയിടത്തും. ഇവിടെ എല്ലാം ഈ ചതുരപ്പെട്ടിയാണ് കൂടുതലും. അപ്പോൾ നമ്മൾ ചവറ അരിച്ച് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഇവിടെയൊക്കെ റോഡ് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് റോഡ് നിരപ്പാക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇലക്ട്രിക് പോസ്റ്റുകൾ, 2 വശത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ആ പണിയൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നല്ല എഴുത്ത് ജംഗ്ഷനാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ പുതിയ റോഡ് പോകുന്നത്. കംപ്ലീറ്റ് റൈറ്റ് സൈഡിൽ കൂടെയാണ്. ഈ റൈറ്റ് സൈഡിൽ അവിടെ മെറ്റിലൊക്കെ ഇട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഉടനെ ടാറിങ് നടക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇവിടെ ഉടനെ ടാറിങ് തുടങ്ങുന്നതായിരിക്കും. നല്ല എഴുത്ത് ചവറ നല്ല എഴുത്തിലാണ്. അവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇതേപോലെ ഉണ്ട്. പുതിയ റോഡ് ഇത്രയും ഉയരും. വേണ്ട, പഴയ റോഡ്, നിലവിലുള്ള റോഡ് എന്താ ഇത്രയും താഴ്ചയിലാണ്, നല്ല താഴ്ചയിലാണ്. വീഡിയോയിൽ ഒരു പക്ഷേ അത്ര അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ഹൈറ്റിലാണ് ഇവിടെ പുതിയ റോഡ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ഭാഗത്തേക്ക് ഈ ഗ്രാവലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് തട്ടാശ്ശേരിയാണ്. അപ്പോൾ ഈ തട്ടാശ്ശേരി ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ചവറ തട്ടാശ്ശേരി. ബാക്കിലത്തെ ടയർ തീരാറായി കിടക്കുകയാണ്. അതുകൊണ്ട് വെറ്റിലിൽ കൂടെ കയറിയ പണി കിട്ടും. അല്ലെങ്കിൽ ഞാൻ എല്ലാ വീട് വഴി കൂടെയും കയറി പോകുന്നതാണ്. ഇപ്പം ടയറിന് പണി കിട്ടിയാൽ എനിക്കും പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് റോഡിൽ കൂടെ തന്നെ പോയേ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു പുതിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് KMML, നമ്മളെ KMML ചവറ ടൈറ്റാനിയം അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ പുതിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അതും ഇതേപോലെ ചെറിയൊരു അണ്ടർപാസ് തന്നെയാണ്. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ ആ ഒരു പുതിയൊരു അണ്ടർപാസ് വരുന്നത്. ഈ ഇടയ്ക്ക് പണി തുടങ്ങിയതുള്ളൂ കേട്ടോ. മുമ്പ് വന്നപ്പോൾ ഇവിടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അതേപോലെ KMMLൻ്റെ ഫ്രണ്ടിലുണ്ട് ഒരു അണ്ടർപാസ്. അതും അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് ആണ് അവിടെ. കാരണം അവിടെ പുതിയ വലിയ വാഹനങ്ങൾ പോകുന്നതിനെ കൊണ്ട്, ഈ KMMLിലേക്ക് പോകുന്നതിനെ കൊണ്ട് വലിയ അണ്ടർപാസ്സാണ്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അപ്പോൾ നമ്മൾ കാണുന്നത് ചവറ ടൈറ്റാനിയത്തിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ്. ഇവിടെ ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ പണി തകൃതിയായിട്ട് നടന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഒരു സ്ലോ ആയി പോയിട്ടുണ്ട്. നല്ല സ്ലോ ആണ് കേട്ടോ. ഇടയ്ക്ക് വെച്ചാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടി ഉയർത്തി. ഇവിടുന്ന് ആ അണ്ടർപാസിൽ നിന്ന് ഈ അണ്ടർപാസ് വരെ റോഡ് ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ. തൊട്ടടുത്തടുത്താണ്. ഇപ്പോൾ അവിടെയാണ് പുതിയതായിട്ട് ഇപ്പം തുടങ്ങിയുള്ളൂ. നിങ്ങളിപ്പം കണ്ടില്ലേ അണ്ടർപാസ് ഇപ്പം പണി തുടങ്ങിയതായിട്ട്. മുമ്പ് കാണത്തില്ലായിരിക്കും, പിന്നെ വന്നതായിരിക്കും അത്. നമ്മളിപ്പോൾ അങ്ങനെ
ചവറ ടൈറ്റാനിയത്തിന് KMML ഫ്രണ്ടിലുള്ള അണ്ടർപാസ്സാണ്. ഒരു ഭാഗത്തുള്ള പണിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള അണ്ടർപാസ്സാണ്. കണ്ടോ? വാവ്! KMML കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മണ്ണ് കൊണ്ടിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മളിപ്പം. ഇവിടെ ഇടത് സൈഡിൽ ഇവിടെ രാവനം കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ല നിലവിലുള്ള റോഡിനേക്കാൾ കുറച്ചും കൂടെ ഉയർന്നിട്ടാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത്. ഇവിടെ ഇപ്പം മെറ്റിൽ കൊണ്ടിട്ടിട്ട് കുറേ നാളായി. മാസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ മെറ്റിൽ കൊണ്ടിട്ടേക്കുന്നത് കാണാൻ സാധിക്കും. കരുനാഗപ്പള്ളിയിൽ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ പണി, മേൽപ്പാലത്തിൻ്റെ പണി അവിടെ വരെ ആയി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇടപ്പള്ളിക്കോട്ടയിലെ കാഴ്ചയാണ് അപ്പോൾ കാണുന്നത്. ഇവിടെ ഇടത് സൈഡിൽ വെറ്റിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ ഒരുപാട് ദൂരത്തേക്ക് ഈ മെറ്റിലൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നാളായി ഇവിടെ മെറ്റിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഉറപ്പിച്ചിട്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ക്രാഷ് ബാരിൻ്റെ ഒക്കെ പണി കുറേ ഭാഗത്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ക്രാഷ് ബാരിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇടതുവശത്തൂടെയാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത്. ഇവിടെ വന്നിട്ട് നേരെ വലതുവശത്തേക്ക് മാറും. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് റൈറ്റ് സൈഡിലെ ക്രാഷ് ബാരിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇടതുവശത്തും ക്രാഷ് ബാരിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. മെറ്റിലൊന്നും കൊണ്ടിട്ടിട്ടില്ല. കൊല്ലം ജില്ലയിലെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കീഴിൽ വരുന്ന പണി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ സ്ലോ ആയിട്ടാണ് പണി നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഇടയ്ക്ക് വെച്ച് നല്ല ഫാസ്റ്റ് ആയിരുന്നു, വീണ്ടും സ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അണ്ടർപാസ് കാണാം ഇടപ്പള്ളിക്കോട്ടയിൽ. അതും ചെറിയ പെട്ടി അണ്ടർപാസ്സാണ്. അയ്യോ ഇനിയുണ്ട്. ഒരു ഓട്ടോ പോയപ്പോൾ അണ്ടർപാസ് ഫുള്ളായി. പിന്നെ ഒരു കാറ് വരാനുള്ള അണ്ടർപാസ് വരുന്നുണ്ട്. നമ്മൾ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ
റെഡ് സീ ഭാഗത്ത് നിലവിലുള്ള റോഡിനേക്കാളും ഉയർന്നിട്ടാണ് കേട്ടോ പുതിയ റോഡ് വരുന്നുണ്ട്. മെറ്റിൽ ഒരുപാട് ദൂരത്തേക്ക് കൂടെ മെറ്റിലുണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കുറ്റാമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. കുറ്റാമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇടതുവശത്തൂടെയാണ് കൂടുതൽ റോഡ് വരുന്നത് ഈ ഭാഗത്ത്. ഇടതുവശത്ത് തറ നിരപ്പാക്കിയിട്ടുണ്ട്, നെറ്റിലൊന്നും കൊണ്ടിട്ടിട്ടില്ല. റോഡ് നിർമ്മാണം രണ്ട് ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ രണ്ട് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറ്റിവട്ടം എത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള കന്നേറ്റിയാണ്. കന്നേറ്റി പാലം, പുതിയൊരു പാലത്തിൻ്റെ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിലവിലുള്ള പാലത്തിൽ നിന്ന് ഇടതുവശത്തായിട്ടാണ് പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത്. പാലത്തിൻ്റെ തൂണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിക്കുന്ന പണിയാണ് ഇനിയുള്ളത്. കരുനാഗപ്പള്ളി ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. കരുനാഗപ്പള്ളി മേൽപ്പാലത്തിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. നമുക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ ഓട നിർമ്മാണത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡില്ല, റൈറ്റ് സൈഡില്ല കേട്ടോ. ഇവിടെ ഒന്നും നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നേരെ നമുക്ക് അവിടെ പൈലിങ്ങിൻ്റെ വർക്ക് നേരെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സിഗ്നൽ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
കരുനാഗപ്പള്ളി മേൽപ്പാലത്തിൻ്റെ വലിയ മേൽപ്പാലമാണ് കേട്ടോ കരുനാഗപ്പള്ളി വരുന്നത്. ഫ്ലൈ ഓവറിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പൈലിംഗ് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം ഇടതുവശത്തായിട്ടാണ് കേട്ടോ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ്റെ കീഴിലാണ് വർക്ക് നടക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഓപ്പോസിറ്റിലൊക്കെ ഇവിടെയൊക്കെ പൈലിംഗ് വർക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ പൈലിംഗ് വർക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പുറത്ത് വീണ്ടും പൈലിംഗ് നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് വേഗതയുള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ അടുത്ത് ഒരുമിച്ച് പൈലിംഗ് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളിയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. നമുക്ക് കരുനാഗപ്പള്ളി കഴിഞ്ഞ് നേരെ ചവറയിലേക്ക് പോവാം, ഓച്ചിറയിലേക്ക് പോവാം. ഓച്ചിറയും ചവറയും തിരിച്ചു പോകും. കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് സിഗ്നലുകളുടെ പള്ളി ഒരു ജംഗ്ഷനാണ്. എത്ര സിഗ്നൽ, 3-4 സിഗ്നൽ കണ്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ ടൗൺ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ മെറ്റ് കൊണ്ടിട്ട് എത്ര നാളായെന്നറിയാം. 1 വർഷത്തിൻ്റെ മുകളിലാകണ്ടായി ഇവിടെ മെറ്റിൽ ഇങ്ങനെ കൊണ്ടിട്ട്. അന്ന് ഞാൻ വീഡിയോ ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കരുനാഗപ്പള്ളിയിൽ ഉടൻ ടാറിങ് വർക്കുകൾ തുടങ്ങുമെന്നും പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയാണ്. അവിടെ പുതിയ കെട്ടിടം കെട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ കരുനാഗപ്പള്ളി കഴിഞ്ഞ് പുതിയകാവിൽ എത്തുന്നതിന് മുമ്പുള്ള ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ രാവിലെ കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഉടനെ ടാറിങ് തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ള റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത്.
പള്ളിമുക്ക് കേട്ടോ. നമ്മൾ കരുനാഗപ്പള്ളി പള്ളിമുക്കിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ താജ്മഹൽ മോഡലുള്ള പള്ളിയുടെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ്. ഇവിടെ ഞാനിപ്പം പോകുന്ന ഭാഗത്തൂടെയാണ് പുതിയ റോഡ് വരുന്നത്. ഇവിടെയൊക്കെ ഈ രീതിയിലാണ് കേട്ടോ പണി നടക്കുന്നത്. കരുനാഗപ്പള്ളി പുതിയകാവിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇതേപോലെ മണ്ണ് കൊണ്ടിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടെ എപ്പോഴും ഇതുപോലെ കിടക്കുകയാണ്. റോഡിൽ കൂടെ തന്നെ പോവാം.
ഫ്രണ്ട്സ് നമ്മൾ വവ്വാക്കാവിൽ എത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയെ കഴിഞ്ഞ് വവ്വാക്കാവിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വവ്വാക്കാവിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കുറേ ഭാഗത്തേക്ക്. നമുക്ക് ആ ടാർ ചെയ്ത ഭാഗത്തു കൂടി കയറിപ്പോവേ. അവിടെ വലിയ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കീഴിൽ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ്റെ കീഴിൽ ടാറിങ് പൂർത്തീകരിച്ച ചുരുക്കം ചില സ്ഥലം അല്ലേ. അങ്ങനെ കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊടി ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് 6 വരി പാതയുടെ ഒരു ഭാഗം 3 വരി പാത ടാർ പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. സർവീസ് റോഡ് ടാർ പൂർത്തിയായിട്ടില്ല. വവ്വാക്കാവ് കഴിഞ്ഞ് ചങ്ങൻകുളങ്ങര നമുക്കൊരു അണ്ടർപാസ് കാണാം. അതും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചതുരപ്പെട്ടി അണ്ടർപാസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് പോകാൻ ടാർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തെല്ലാം ടാറിങ് പൂർത്തിയായിട്ടാണ് റൈറ്റ് സൈഡിൽ. അടിപൊളി. ഫ്രണ്ട്സ് ഇവിടെ റൈറ്റ് സൈഡിൽ ടാറിങ് തുടങ്ങിയിട്ടില്ല, ഉടനെ ടാറിങ് ചെയ്യും കേട്ടോ.
ഭാഗത്തെല്ലാം റൈറ്റ് സൈഡിൽ. നമ്മളിപ്പോൾ ഉള്ളത് കല്ലൂർ മുക്കാണ്. ഓച്ചിറ എത്താറായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മളങ്ങനെ ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഫ്രണ്ട്സ്, ഓച്ചിറ വരുന്ന അണ്ടർപാസാണ്. 2 ഭാഗത്തേക്കുള്ള പണി, ഒരു ഭാഗത്തെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്തെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.